നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയമായി സഞ്ജു സാംസൺ എന്ന പേര് മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായ സഞ്ജു തന്റെ പുതിയ ടീമിലെ അനുഭവങ്ങളെക്കുറിച്ചും സഹതാരങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ്. ഒരു കളിക്കാരൻ എന്നതിലുപരി ചെന്നൈ എന്ന വലിയ കുടുംബത്തിലെ ഒരംഗമായി സഞ്ജു മാറിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ ഡിമാൻഡുകൾ വെക്കാറില്ല. ആദ്യം നമ്മളുടെ കഴിവ് തെളിയിക്കുകയാണ് വേണ്ടത് എന്ന സഞ്ജുവിന്റെ വാക്കുകൾ ആരാധകർക്കിടയിൽ തരംഗമായി കഴിഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന റോൾ സഞ്ജു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. വിക്കറ്റിനു പിന്നിലും ബാറ്റിംഗ് മധ്യനിരയിലും സഞ്ജു നൽകുന്ന കരുത്ത് ടീമിനെ ഈ സീസണിലെ ഏറ്റവും അപകടകാരികളാക്കി മാറ്റിയിരിക്കുകയാണ്. പതിവ് പോലെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിനൊപ്പം മൈതാനത്ത് ഋതുരാജ് ഗെയ്ക്വാദിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും സഞ്ജു സജീവമാണ്. ഞാൻ എന്റെ ടീമിനു വേണ്ടിയാണ് ഇവിടെയുള്ളത്. ടീമിന്റെ വിജയമാണ് എന്റെ പ്രാഥമിക ലക്ഷ്യം. സഞ്ജുവിന്റെ ഈ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ സമർപ്പണം വ്യക്തമാണ്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും സഞ്ജുവും തമ്മിലുള്ള സൗഹൃദം ക്രിക്കറ്റ് ലോകത്തിന് പുതിയൊരു കാഴ്ചയാണ്. ഒരു നായകൻ എന്ന നിലയിൽ ഋതുരാജ് കാണിക്കുന്ന ആത്മവിശ്വാസം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് സഞ്ജു പറയുന്നു. ഫീൽഡിംഗിൽ പോലും ഇവർ തമ്മിലുള്ള ആ കെമിസ്ട്രി ദൃശ്യമാണ്. ബൌളർമാരെ കൃത്യമായി വിന്യസിക്കുന്നതിലും ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിലും സഞ്ജുവും ഋതുവും പരസ്പരം ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നെ ചെന്നൈയിലേക്ക് ക്ഷണിച്ചത് ഋതുരാജ് നേരിട്ടാണ് എന്ന സഞ്ജുവിന്റെ വെളിപ്പെടുത്തൽ ഇരുവരും തമ്മിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ്. ഋതുരാജ് എന്ന നായകനെ പിന്തുണയ്ക്കാൻ സഞ്ജുവിനെ പോലെ പരിചയസമ്പന്നനായ ഒരു താരം ഒപ്പമുള്ളത് ചെന്നൈയുടെ വിജയങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിന്റെ നട്ടലായ സ്റ്റീഫൻ ഫ്ലെമിംഗുമായുള്ള ബന്ധത്തെക്കുറിച്ചും സഞ്ജു വാചാലനായി. ഫ്ലെമിംഗിന്റെ കീഴിൽ പരിശീലനം നേടുന്നത് ഒരു പുതിയ അനുഭവമാണെന്ന് സഞ്ജു കരുതുന്നു. ഓരോ താരത്തിന്റെയും വ്യക്തിപരമായ ശൈലിയെ ബഹുമാനിക്കുന്ന ഫ്ലെമിംഗിന്റെ രീതി സഞ്ജുവിന് ബാറ്റിംഗിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു കോച്ച് എന്നതിലുപരി ഒരു മെന്ററായി ഫ്ലെമിംഗ് നൽകുന്ന നിർദ്ദേശങ്ങൾ ചെന്നൈയിലെ തന്റെ ബാറ്റിംഗിനെ കൂടുതൽ മെച്ചപ്പെടുത്തിയെന്ന് സഞ്ജു വിശ്വസിക്കുന്നു. സഞ്ജുവിന്റെ സ്വാഭാവികമായ ആക്രമണോത്സുക ബാറ്റിംഗിനെ ഫ്ലെമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നത് CSKയുടെ സ്കോർ ബോർഡിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ എന്നിൽ വിശ്വാസമർപ്പിച്ച ടീമിനു വേണ്ടി ജീവൻ നൽകി പോരാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന സഞ്ജുവിന്റെ പ്രസ്താവന കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. മഞ്ഞപ്പടയുടെ ഭാഗമായി സഞ്ജു കളിക്കുമ്പോൾ കേരളം മുഴുവൻ ചെന്നൈക്ക് വേണ്ടിയാണ് ആർപ്പു വിളിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 10 മത്സരങ്ങളിൽ നിന്ന് ഇതിനോടകം 400-ലധികം റൺസ് നേടിയ സഞ്ജു പ്ലേ ഓഫ് സ്വപ്നങ്ങളുമായി മുന്നേറുകയാണ്. സഞ്ജുവും ഋതുരാജും ചേർന്ന ഈ സഖ്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചെന്നൈയെ 6ാം കിരീടത്തിലേക്ക് നയിക്കാൻ സഞ്ജുവിന്റെ ഈ പുതിയ റോളിന് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.